ഹായ് ഗൈസ്, എൻ്റെ പുതിയ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എൻ്റെ പുതിയ ചാനലിൻ്റെ പേരൊക്കെ ഈ വീഡിയോയിൽ ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ വീഡിയോയ്ക്ക് വേണ്ടി തയ്യാറാക്കിയിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു റവ കേസരിയാണ് കേട്ടോ. അടിപൊളി റവ കേസരിയാണ്. റവ കേസരി ഉണ്ടാക്കാനായിട്ട് ഞാനിത് ഒരു 210 ഗ്രാമോളം ഉണ്ട് കേട്ടോ. ഒരു റവ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ 1.25 കപ്പ് പഞ്ചസാര, മുന്തിരി, അണ്ടിപ്പരിപ്പ് ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ കൂടെ എടുത്ത് വെച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നെയ്യ് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ഇച്ചിരി കളറ് വേണം കേട്ടോ. ജിലേബി കളറൊക്കെ ഇല്ലേ, ആ കളറാണ് ഞാൻ ചേർക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഈ റവ കേസരി വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന അത്രയ്ക്ക് ടേസ്റ്റും ഭയങ്കര എല്ലാവർക്കും വളരെ ഇഷ്ടമുള്ള ഒരു ഐറ്റമാണ് കേട്ടോ റവ കേസരി. ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്കൊരു 5 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുത്തു. നെയ്യൊന്ന് ചൂടായി വന്നപ്പോൾ ഞാൻ ഇതിനകത്തേക്ക് നട്ട്സ് ഇട്ട് കൊടുക്കുവാണേ. ക്യാഷ്യൂ നട്ട്സ് ഇട്ട് കൊടുത്തു. അതൊന്ന് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം കേട്ടോ. ക്യാഷ്യൂ നട്ട്സ് ഇവിടെ മൂത്ത് വരുന്ന സമയം കൊണ്ട് ഞാൻ എൻ്റെ പുതിയ ചാനലിൻ്റെ പേരൊന്ന് റിലീവ് ചെയ്യണേ. പുതിയ ചാനലിൻ്റെ പേരെന്താണെന്ന് വെച്ചാൽ നവോമി ക്രിയേറ്റീവ് കിച്ചൺ എന്നാണ്. അപ്പോൾ അതിനകത്ത് ഞാൻ കുക്കിംഗ് വീഡിയോ ഇടുന്നുണ്ട്, യാത്രകളുടെ വീഡിയോ ഇടുന്നുണ്ട്, ഷോർട്സ് ഇടുന്നുണ്ട്, അതേപോലെ എല്ലാ തരം വീഡിയോകളും ഞാൻ ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതുവരെ ഞാൻ ഫുൾ വീഡിയോ ഒന്നും ഇട്ടിട്ടില്ല, ലെങ്ത്തുള്ള വീഡിയോ ഒന്നും ഇട്ടിട്ടില്ല. ഇത് ഏകദേശം ഒരു 9 മിനിറ്റ് ലെങ്ത് ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഞാൻ ഫസ്റ്റ് ടൈം ആയിട്ട് ഇടാമെന്ന് വിചാരിച്ചു. അതിന് മുമ്പേ 2-3 ഷോർട്സ് ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. അതിനൊരു തരം ഒത്തിരി കുറച്ചധികം തന്നെ പിന്നെ ആൾക്കാരിലേക്ക് എത്തിയിട്ടുണ്ട്. സബ്ബൊക്കെ എനിക്കൊരു 10-20 സബ്ബൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ പുതിയ ചാനലായതുകൊണ്ട് സബ്ബൊക്കെ എനിക്ക് കുറവാട്ടോ. 1 മുതൽ തുടങ്ങണ്ടേ. അപ്പോൾ നിങ്ങൾ എന്നെ പഴയ ചാനലിൽ എന്നെ സപ്പോർട്ട് ചെയ്ത പോലെ ഈ ചാനലിലും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, സബ്ബ് ചെയ്യുക. നിങ്ങൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് സബ്ബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ഒക്കെ ചെയ്യുക കേട്ടോ. അപ്പോൾ പഴയ വീഡിയോയ്ക്ക് ഞാൻ സംഭവിച്ച കാര്യം എന്താണെന്ന് വെച്ചാൽ, പഴയ വീഡിയോ റീയൂസ്ഡ് കണ്ടൻറ്റ് ഇട്ടുമെന്നും പറഞ്ഞിട്ട് യൂട്യൂബ് തന്നെ അത് ബാൻ ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പം ഞാൻ പിന്നെയും അതിലേക്ക് ഞാൻ വീഡിയോ ഇടുന്നുണ്ട്. പക്ഷേങ്കിൽ നമുക്ക് വാച്ച് ടൈം കൂടുന്നില്ല കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ ഒരു പുതിയൊരു ചാനലും കൂടെ അങ്ങ് തുടങ്ങാം. എന്നിട്ട് അതിലും അത് നന്നായിട്ട് ഗ്രോത്തായി വരും. നമുക്ക് പഴയ ചാനലിൽ സംഭവിച്ചതുപോലെയുള്ള കാര്യങ്ങളൊന്നും ഇതിൽ സംഭവിക്കാതിരിക്കാൻ ഞാൻ പരമാവധി ശ്രമിക്കും കേട്ടോ. ഈ കാര്യങ്ങളൊക്കെ പറയുന്നതിൻ്റെ ഇടയിൽ നമ്മുടെ നട്ട്സ് മൂത്ത് പോകാതെ ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ മൂത്ത് വന്നപ്പോൾ ഞാൻ അതിലേക്ക് കുറച്ച് ഉണക്കമുന്തിരിങ്ങ ഇട്ട് കൊടുക്കുവാണ്. ഉണക്കമുന്തിരിങ്ങയും ഒന്ന് നന്നായിട്ടൊന്ന് മൂത്ത് വരണം കേട്ടോ. ഇത് കണ്ടോ, നന്നായിട്ട് മൂത്ത് വരണം. അപ്പം ഗൈസ്, ഞാൻ ഈ ഒരു കാര്യം നിങ്ങളോട് പറയുവാണെങ്കിൽ, പുതിയതായിട്ട് ചാനൽ തുടങ്ങുന്നവരാരും മറ്റുള്ളവരുടെ വീഡിയോസൊന്നും അടിച്ച് മാറ്റിയിടരുത് കേട്ടോ. നമുക്ക് നല്ല രീതിയിൽ പണി കിട്ടും കേട്ടോ. എനിക്കൊരു 3500 സബ്സ്ക്രൈബേഴ്സും 4000 വാച്ച് അവറും ഒക്കെ ആയി. ചാനൽ നല്ല രീതിയിൽ മോണിറ്റൈസ്ഡ് ആയി, നല്ല രീതിയിൽ പിന്നെ ഡോളർ കയറിക്കൊണ്ടിരുന്ന ഒരു ചാനലായിരുന്നു കേട്ടോ. പെട്ടെന്ന് ഇതേ ഈ ജൂൺ മാസം 2024 ജൂൺ മാസം 14-ാം തീയതി അവർ നല്ലൊരു പണി എനിക്ക് തന്നു ഗൈസ്. യൂട്യൂബ് പണി തന്നാലും ഗൈസ്, ഞാൻ ദിവസം ഒരു 2 ദിവസം ഇടവിട്ട് അല്ലെങ്കിൽ 3 ദിവസം ഇടവിട്ടൊക്കെ ഞാൻ വീഡിയോസ് ഇടുന്നുണ്ട് കേട്ടോ ഗൈസേ. അപ്പോൾ ഇനി അങ്ങനെ തുടരും. അപ്പം നമ്മുടെ അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും ഒക്കെ മൂത്തപ്പം ഞാനിങ്ങനെ കോരിയെടുത്തതിന് ശേഷം അതേ നെയ്യിലേക്ക് ഞാൻ റവയൊന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് റവ നെയ്ക്കകത്ത് കിടന്ന് നന്നായിട്ടൊന്ന് ഇളക്കണം, നന്നായിട്ടൊന്ന് മൂത്ത് വരണം കേട്ടോ. അപ്പോൾ ഇതേ ഞാൻ നന്നായിട്ട് നല്ല രീതിയിൽ ഞാനിത് ഇളക്കി കൊടുക്കുന്നുണ്ട് കണ്ടോ. റവയൊന്ന് ഇച്ചിരി ഒന്ന് കളറൊക്കെ മാറി നല്ലൊരു മണം വരണം കേട്ടോ. അപ്പോൾ നമുക്ക് ഞാൻ പറഞ്ഞ കാര്യത്തിലേക്ക് വീണ്ടും വരാം. അപ്പോൾ നിങ്ങൾ വീഡിയോ ഇടുമ്പോൾ മറ്റുള്ളവരുടെ വീഡിയോസ് അടിച്ചു മാറ്റി ഇടുവോ എന്നെപ്പോലൊന്നും ചെയ്യരുത് കേട്ടോ. ഞാൻ എന്താണെന്ന് വെച്ചാൽ എനിക്ക് സമയമില്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്താൽ കേട്ടോ. മറ്റുള്ളവരുടെ എന്ന് വെച്ചാൽ ഈ മാധ്യമങ്ങളുടെ സോഷ്യൽ മീഡിയയിൽ വരുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ഇതേപോലെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എൻ്റേതായ രീതിയിൽ വോയിസ് ഓവറൊക്കെ കൊടുത്തിട്ട് ഒരു വീഡിയോ ആക്കി ഞാനങ്ങ് എൻ്റെ ചാനലിൽ പോസ്റ്റ് ചെയ്യായിരുന്നു ഗൈസ്. പക്ഷേങ്കിൽ അതെനിക്ക് നല്ല രീതിയിൽ പണി കിട്ടി ഗൈസ്.
അപ്പോൾ നമ്മുടെ റവയൊക്കെ ഇവിടെ മൂത്ത് വന്നിട്ടുണ്ട്. അപ്പം മറ്റേ സ്റ്റൗവിൽ ഞാൻ ഇതേപോലെ ഒരു 1.5 കപ്പ് വെള്ളം ഇതേപോലെ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. വെള്ളം തിളച്ച് വന്നപ്പോൾ അതിലേക്ക് ഞാൻ ആ 1.5 കപ്പ് വെള്ളം ഞാൻ ഈ റവയ്ക്കകത്തോട്ട് ഒഴിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഇത് കണ്ടോ, റവയ്ക്കകത്തോട്ട് ഈ 1.5 കപ്പ് വെള്ളം തന്നെ മതി കേട്ടോ. 1 കപ്പ് റവയ്ക്ക് 1.5 കപ്പ് വെള്ളം വേണം. അത് ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ട് ഇളക്കാം. നന്നായിട്ട് ഇളക്കി ഇത് കണ്ടോ, നന്നായിട്ട് ഈ വെള്ളമൊക്കെ ഒന്ന് പറ്റി ഈ റവ വെള്ളമൊക്കെ ഒന്ന് കുടിക്കണം കേട്ടോ. അപ്പം ദേ നന്നായിട്ട് വെള്ളമൊക്കെ കുടിച്ച് റവയൊന്ന് തിക്കായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഈ സമയം ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇച്ചിരി കളറാണ്. ശകലം കളറ് ചേർത്ത് കൊടുത്തിട്ട് നമുക്കിതൊന്ന് നന്നായിട്ട് ഇളക്കി കൂട്ടി ഒന്ന് യോജിപ്പിക്കാം കേട്ടോ. കളറ് വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്കത് സ്കിപ്പ് ചെയ്യാം കേട്ടോ. ഞാനൊരു ഇച്ചിരി കളറിന് വേണ്ടിയിട്ട് കാണാനൊരു ഭംഗിക്കൊക്കെ വേണ്ടി ഇച്ചിരി കളറ് ശകലം കളറേ ചേർത്തിട്ടുള്ളൂ കേട്ടോ. കളറ് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കിയ നമുക്ക് തോന്നും കളറൊന്നും ഇല്ലയെന്ന്. പക്ഷേങ്കിൽ ഒരു 10 മിനിറ്റൊക്കെ വെക്കുമ്പോഴത്തേന് ഇത് നല്ലോണം കളർ ഇറങ്ങും കേട്ടോ. അപ്പോൾ ഇത് ഞാൻ എല്ലാം കൂടെ നന്നായിട്ട് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ 1.5 കപ്പ് പഞ്ചസാര കേട്ടോ. പിന്നെ എപ്പോഴും നമ്മൾ റവ കേസരി ഉണ്ടാക്കുമ്പോൾ പഞ്ചസാര നന്നായിട്ട് ചേർക്കണം. മധുരവും നെയ്യുമാണ് അതിൽ ഏറ്റവും മുന്നിട്ട് നിൽക്കേണ്ടത് കേട്ടോ. അപ്പോൾ പഞ്ചസാരയൊക്കെ ഇട്ട് കൊടുത്തത് ഞാൻ നന്നായിട്ട് ഇളക്കി കൊടുക്കുവാണേ. പഞ്ചസാരയും കൂടെ ഇട്ട് ഇളക്കി കൊടുക്കുമ്പോൾ ഈ റവയും പഞ്ചസാരയൊക്കെ ഒന്ന് നന്നായിട്ട് സോഫ്റ്റായിട്ട് അലിഞ്ഞ് കുറച്ചിങ്ങനെ വെള്ളം പോലെയൊക്കെ വരും കേട്ടോ. അപ്പം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇത് കണ്ടോ, നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് നമുക്കിത് പിന്നെ എല്ലായിടത്തും ഒന്ന് നല്ല രീതിയിൽ യോജിച്ച് വരുമ്പോൾ കളറും പഞ്ചസാരയും എല്ലാം കൂടെ ഒന്ന് യോജിച്ച് വരുമ്പോൾ നമുക്കത് ഇത് കണ്ടോ, ഇപ്പോൾ പഞ്ചസാരയൊക്കെ അലിഞ്ഞത് കണ്ടോ, വെള്ളം ആയിട്ടുണ്ട് കേട്ടോ. പഞ്ചസാരയൊക്കെ നല്ല രീതിയിലൊന്ന് അലിഞ്ഞ് വന്നിട്ട് അത് വെള്ളം പോലെ ആയിട്ടുണ്ട്. അപ്പോൾ കുറച്ച് സമയം കൂടെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കൊന്ന് അടച്ച് വെക്കണം കേട്ടോ. അപ്പോൾ ഞാൻ വീണ്ടും നമ്മുടെ ചാനലിൻ്റെ കാര്യം പറയാം കേട്ടോ നിങ്ങളോടെ. ഈ 2024 ജൂൺ 14 എൻ്റെ ചാനൽ അവർ റിയൂസ്ഡ് കണ്ടൻറ്റ് ഇട്ടു എന്നും പറഞ്ഞ് ബാൻ ചെയ്തത്. അപ്പോൾ ഇത് ഞാൻ റവയൊക്കെ അടച്ച് വെച്ച് നല്ലൊരു കളർ വന്നിട്ടുണ്ട് കണ്ടോ. ഇപ്പോൾ നല്ല കളറായില്ലേ, കാണാൻ നല്ല ഭംഗിയാണ്, നല്ലൊരു മണമാണ് കേട്ടോ. നെയ്യുടെയൊക്കെ നല്ലൊരു മണമാണ് കേട്ടോ. അപ്പോൾ ഞാനിത് നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ ചാനൽ പോയപ്പോൾ ഞാൻ ആകെ പേടിച്ച് ഞാൻ റിയൂസ്ഡ് കണ്ടൻറ്റായിട്ട് എനിക്ക് തോന്നിയതെല്ലാം ഞാനങ്ങ് ഡിലീറ്റ് ചെയ്തു കേട്ടോ. അപ്പോൾ നമുക്കിതിലേക്ക് ഒരു ഇച്ചിരി ഏലക്കായില്ലേ, ഏലക്കയുടെ കുരു പൊടിച്ചത് ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കണം കേട്ടോ. നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ്. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമുക്ക് അതിൻ്റെ കൂടെ നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ഫ്രൈ ആക്കി വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടെ ചേർത്ത് കൊടുത്തു. എന്നിട്ട് വീണ്ടും ഇത് നമുക്ക് നന്നായിട്ട് ഇളക്കാം കേട്ടോ. ഇത് കണ്ടോ, നല്ല രീതിയിലൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പം ഇനി ഞാൻ പറഞ്ഞ കാര്യങ്ങളിലേക്ക് വീണ്ടും വരാം. ഞാൻ എൻ്റെ ചാനലിൽ റീയൂസ്ഡ് കണ്ടൻറ്റായിട്ട് എനിക്ക് തോന്നിയ കാര്യങ്ങളെല്ലാം ഞാനങ്ങ് ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് യൂട്യൂബിൽ നിന്നൊരു മെസ്സേജ് വന്നു, നിങ്ങൾക്ക് അപ്പീൽ കൊടുക്കാം, 14 ദിവസത്തിനുള്ളിൽ അപ്പീൽ കൊടുക്കാം. പക്ഷേങ്കിൽ നമ്മൾ അതിനകത്തെ വീഡിയോ ഒന്നും ഡിലീറ്റ് ചെയ്യാൻ പാടില്ല എന്നും പറഞ്ഞിട്ട് എനിക്ക് യൂട്യൂബിൽ നിന്നൊരു മെസ്സേജ് വന്നു. പക്ഷേങ്കിൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലായി. ഏതായാലും എൻ്റെ ചാനൽ ഇങ്ങനെ ഒരു ഡെഡായി കിടക്കുകയാണ്. നമുക്ക് ദിവസം വീഡിയോസ് ഇടാം, വീഡിയോ ഇടുന്നതിനനുസരിച്ച് വാച്ച് അവർ കൂടുന്നുണ്ട് കേട്ടോ. എന്നാലും ഞാനത് കളയാനൊന്നും ഉദ്ദേശിക്കുന്നില്ല. ഞാൻ എൻ്റെ ഫുഡ് ബുക്ക് കേരള ചാപ്റ്റർ എന്നുള്ള ചാനൽ മുന്നോട്ട് തന്നെ കൊണ്ടുപോകും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മുടെ റവ കേസരി ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ഗൈസ്. ഇത് കണ്ടോ, കാണുമ്പോൾ തന്നെ എന്തൊരു ഭംഗിയാണെന്ന് നോക്കിയാൽ, കഴിക്കാൻ അതിലേറെ ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതേപോലെയുള്ള വീഡിയോ നിങ്ങൾ കാണുകയും സപ്പോർട്ട് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഒക്കെ ചെയ്യണം കേട്ടോ. ഈ വീഡിയോയ്ക്കൊന്നും ആരും ലൈക്കും കമൻറ്റും സപ്പോർട്ടൊന്നും ചെയ്യാതിരിക്കുകയല്ല എന്ന് എനിക്കറിയാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയുമായിട്ട് ഉടനെ ഞാൻ വരും. താങ്ക് യു.